ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹംടഗ്രാഫിക്സ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഗൂഗിൾ ക്രോമിലെ കുറച്ച് ഫൺ ആയിട്ടുള്ള ട്രിക്കുകളെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അവയെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കണ്ടു തന്നെ മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ഗൂഗിൾ ക്രോമിന്റെ ആ ഫൺ ആയിട്ടുള്ള ട്രിക്കുകളെ പറ്റിയൊക്കെ നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം. ഇനി നിങ്ങളിവിടെ ഹോലി എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കണം. ഹോലി എന്ന് സെർച്ച് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഇവിടെ ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ഐക്കൺ കണ്ടോ, ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇപ്പോൾ ഒരു സംഭവം കാണാം. കണ്ടോ, ഇവിടെ നമ്മളുടെ സ്ക്രീനിലായിട്ട് ആ ഒരു കളർ വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. നമ്മൾ സ്ക്രീനിൽ എവിടെ ടാപ്പ് ചെയ്താലും പലതരത്തിലുള്ള കളറുകൾ കൊണ്ട് നമ്മുടെ സ്ക്രീൻ ഇങ്ങനെ നിറയുന്നതായിരിക്കും. ഓക്കെ, ഓക്കെ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഹോലി ആഘോഷിക്കണമെന്നുണ്ടെങ്കിൽ ഈ ട്രിക്കൊന്ന് യൂസ് ചെയ്ത് നോക്കിയാൽ മതി. ഇത്തരത്തിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ നിങ്ങൾക്ക് എളുപ്പം പറ്റിക്കാനും സാധിക്കുന്നതാണ്. ഇനി ഇത് നമുക്ക് ഇറസ് ചെയ്യാൻ എളുപ്പമാണ്. അതിനായിട്ട് ഇതാണ്ട് ഈ കാണുന്ന ഐക്കൺ ഉണ്ടല്ലോ, ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. സിമ്പിൾ, വെള്ളം ഒഴിച്ച് എല്ലാം മാച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു ട്രിക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതേപോലെയുള്ള ഫണ്ണായിട്ടുള്ള മറ്റൊരു ട്രിക്കാണ്. അതിന് നിങ്ങൾ വീണ്ടും സെർച്ച് ചെയ്യേണ്ടത് ദീപാവലി എന്നൊന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആയിട്ട് നമുക്കൊരു ഐക്കൺ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പം നമ്മുടെ സ്ക്രീനിൽ കുറേ അധികം ലൈറ്റൊക്കെ വന്നിരിക്കുന്നതായിട്ട് കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും. ഈ ലൈറ്റുകളെയൊക്കെ നമുക്ക് ടാപ്പ് ചെയ്ത് അതൊക്കെ കത്തിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇത്തരത്തിൽ നമുക്ക് ഇനി മുതൽ ദീപാവലി ആഘോഷിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇത്തരത്തിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ ലൈറ്റൊക്കെ തെളിയിച്ച് ദീപാവലി ആഘോഷിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആഘോഷിക്കാവുന്നതാണ്. ഓക്കെ, 5 പൈസ മുടക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം ഇത് ക്ലോസ് ചെയ്യാമെങ്കിൽ അതങ്ങ് പോവുകയും ചെയ്തോളൂ. അടുത്തായിട്ട് നിങ്ങൾ ഗൂഗിൾ ഗ്രാവിറ്റിന്നൊന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ റിസൾട്ട് ലഭിച്ചിട്ടുണ്ട്. ഇവിടെ ആദ്യം കാണുന്ന ഈ ഒരു സൈറ്റ് ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇനിയാണ് ട്വിസ്റ്റ്. ഇനി നിങ്ങൾ നമ്മുടെ സ്ക്രീനിൽ ഒന്ന് ടച്ച് ചെയ്താൽ മതി. അപ്പോൾ വേണ്ട ആ ഗൂഗിളെല്ലാം കൂടി ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴെ കിടക്കുന്നുണ്ടോ. ഇത്തരത്തിലുള്ള ചെറിയ ഫണ്ണായിട്ടുള്ള ട്രിക്ക് നമുക്ക് നമ്മുടെ ഗൂഗിളിൽ ലഭ്യമാണ്. ഓക്കെ, നല്ല രസമല്ലേ? ഓക്കെ, അപ്പോൾ ഇതും എല്ലാവരും ഒന്ന് നോക്കുക കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടത് ഡു എ ബാരൽ റോൾ എന്ന് ഒന്ന് സെർച്ച് ചെയ്യാം. ഇപ്പം കണ്ടോ, നമ്മുടെ ആ ഒരു ഗൂഗിൾ സ്ക്രീന് റൊട്ടേറ്റ് ആവുന്നുണ്ടോ. ഇത്തരത്തിലൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ നിങ്ങൾക്ക് പറ്റിക്കണമെങ്കിൽ ഈസി ആയിട്ട് പറ്റിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്ക് ജോയ് ട്രിബാനിന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ കണ്ടോ, ഇവിടെ ഈ ഒരു പിസ്സയുടെ ഐക്കൺ കണ്ടോ, അത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സംഭവം ഇവിടെ നടക്കും. കണ്ടോ, നല്ല രസമല്ലേ? ഇനി ജോയ് ട്രിബാനിക്ക് പകരം റോസ് ഗാലർ എന്നൊന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു സോഫയുടെ ഐക്കൺ കാണാമല്ലോ. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. വീണ്ടും ഒന്നും കൂടെ ക്ലിക്ക് ചെയ്യാം. കണ്ടോ, അതിൽ മാറ്റം വന്നതുണ്ടോ? നമ്മുടെ ആ ഒരു പേജ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുന്നുണ്ടോ? നല്ല രസമല്ലേ? അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നിങ്ങൾ റിക്കർഷൻ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണേ. അപ്പോൾ എന്താണ് നടക്കുന്നതെന്ന് ഒന്ന് കാണാം. അതാണ് ഞാനിവിടെ റിക്കർഷൻ എന്ന് സെർച്ച് ചെയ്തു. അപ്പം ഈ ഒരു സ്പെല്ലിങ്ങിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. ഇവിടെ ഡിഡ് യു മീൻ റിക്കർഷൻ എന്ന് കാണിക്കുന്നുണ്ട്. അതായത് ഈ നമ്മൾ എഴുതിയേക്കുന്നത് തെറ്റുണ്ട്, ഇതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് എടുത്ത് ചോദിച്ചേക്കുന്നുണ്ടോ? എന്നാൽ സംഭവം രണ്ടും ഒന്ന് തന്നെയല്ലയോ? ഇതാണ് അടുത്തൊരു ട്രിക്ക് എന്ന് പറയുന്നത്. ഫണ്ണായിട്ടുള്ള ട്രിക്കാണ്. ഇതൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കാണിച്ചു വേണമെങ്കിൽ ഈസി ആയിട്ട് അവരെ പറ്റിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കിയ ഫണ്ണായിട്ടുള്ള ഈ ട്രിക്കുകളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അറിയാത്തതാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഓക്കെ, അതുപോലെ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇനിയാവുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഇത്തരത്തിലൊന്ന് പറ്റിക്കാനൊക്കെ നോക്ക്. ഓക്കെ,
അപ്പം ഇതുപോലെയുള്ള ട്രിക്കുകൾക്കും ടിപ്സുകൾക്കും മോർ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ ഇട്ടിട്ടുള്ള പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.